ചേട്ടത്തി ആ ചേട്ടത്തിക്ക് എപ്പോഴും ജോലി തന്നെ അല്ലേ? കുറച്ച് ജോലിയോടുണ്ട്. ജോലി കഴിയാറായില്ലേ? ഇല്ല, കുറച്ചുകൂടെ. ചേട്ടത്തി ഇപ്പം അങ്ങ് ആകെ മെലിഞ്ഞ് ഒരു കാണാനൊക്കെ ഒരു ഗ്ലാമറായി. അവിടെ റൂബി ഇല്ലേ? അവരൊക്കെ അകത്ത് വീട്ടിനകത്തുണ്ട്. ഉമ്മായെല്ലാം അവിടെ ഉണ്ട്. എങ്കിൽ ശരി, എനിക്ക് കുറച്ച് ജോലി. ചേട്ടത്തി എവിടെ പോയി? എന്താ രണ്ടുപേരും കൂടെ എന്ന് സംസാരിക്കുന്നു? കൊഞ്ചിക്കുഴയിലൊക്കെ ഉണ്ട്. ഇല്ലേ? കാക്ക വരാറായ? ഉടനെ വരും. വിളിച്ചായിരുന്നു, എന്ന് വരുമെന്ന് പറഞ്ഞു. ഉടനെ വരും. അനിയനോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നെ വിളിക്കൊന്നുമില്ല. എനിക്ക് കുറച്ച് ജോലി ഇല്ല ചേട്ടത്തി. ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറാൻ വരരുതെന്ന്. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു നിങ്ങൾക്ക് മാറ്റം ഉണ്ടെന്ന്. ഇനി എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ ചേട്ടത്തി. അത് റൂബി കാണുകയോ അമ്മ കാണുകയോ അവരൊന്നും കാണാനൊന്നുമില്ല. ഞാൻ ഇനി ഇക്കായോട് പറഞ്ഞു കൊടുക്കും. ആരിക്ക വിശ്വസിക്കാണ്? ഇക്കായും വിശ്വസിക്കില്ല, റൂബിയും വിശ്വസിക്കില്ല, ഉമ്മായും വിശ്വസിക്കില്ല. ചേട്ടത്തി എന്താ പറയും? ഒന്നും പറയത്തില്ല, എനിക്കറിയാം. ഞാൻ പറയും ഗതികേട് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. എന്നോട് ഇനി ഇങ്ങനെ പെരുമാറാൻ പറ്റരുത്. പറഞ്ഞ ശരിയാണോ? ചേട്ടത്തിക്ക് എന്തെങ്കിലും വേണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇക്ക എന്താ റൂബി? എന്താ അവിടെ? ഒന്നുമില്ല. എന്താ ഇത്രക്ക് ചോദിക്കാൻ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഒന്ന് ഫ്രീ ആവുമ്പോൾ എനിക്കൊന്ന് കാണണം. എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല. നീ എന്നെ ശത്രുവായിട്ടൊന്നും കാണണ്ട. ഒരിക്കൽ നീ എന്നെ മനസ്സിലാക്കും. ഞാൻ അറിഞ്ഞിടത്തോളം തന്നെ ധാരാളം. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് വരണം. കുറച്ച് കാര്യങ്ങൾ എനിക്ക്. പിന്നെ ഇക്ക നീ വന്നേ. ആരോടും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി എൻ്റെത്. അതെ റൂബി, സംസാരിച്ചതേ വാ, ഞാൻ പറയാം വാ. അതെ റൂബി, ഞാൻ പോലും ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നത് എന്തുവാ? എന്നോട് പോലും പറയാൻ പറ്റത്തില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ. നമ്മൾ എവിടെയൊക്കെ പോയി എന്തിനൊക്കെ പോയി എന്ന് ചേട്ടത്തി ചോദിച്ചതാണ്. ഞങ്ങൾ പോയ സ്ഥലം എവിടേക്കാണെന്ന് ചേട്ടത്തിക്ക് അറിയണം. അതെന്നോട് ചോദിച്ചതാ. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ചേട്ടത്തി ഒക്കെ എവിടെയും കൊണ്ട് പോകത്തില്ലല്ലേ, അതിനെപ്പറ്റിയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചതാ. ചേട്ടത്തി ഞങ്ങൾ എവിടെ പോയെന്ന് അറിയണം, എന്തിനു പോയെന്നറിയണം, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചതാ. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ചേട്ടത്തിയെക്കുറിച്ച് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? നീയൊന്നും പറയാനൊന്നും വേണ്ട. ചേട്ടത്തി എന്തെങ്കിലും വന്ന് ചോദിച്ചാലും നീയൊന്നും പറയാനൊന്നും വേണ്ട. എനിക്ക് അവളെക്കുറിച്ച് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നീ മനസ്സിലാക്കിയെന്നാണെങ്കിലല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ചേട്ടത്തി എപ്പോഴെന്നെ കിട്ടിയാലും കൊഞ്ചലും കുഴയലും ഇങ്ങനെ വിളിച്ച് സംസാരിക്കലൊക്കെ തന്നെ. ഞാൻ പിന്നെ ഒഴിഞ്ഞങ്ങ് മാറിപ്പോവും. അതൊന്നും അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നീയൊന്നും ചോദിക്കാനും ചെയ്യരുത്. പിന്നെ അതൊക്കെ അറിഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാവും. പിന്നെ ഇക്കായൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും. പിന്നെ ചേട്ടത്തിക്കും പ്രശ്നങ്ങളാവും. കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്. നീയൊന്നും ചോദിക്കാനൊന്നും പോണ്ട. എന്തെങ്കിലും വന്ന് പറയണമെങ്കിൽ നീ അത് കേൾക്കണ്ട, കേട്ടാ? നീ ഇപ്പോൾ പോകുന്ന കണക്ക് അങ്ങ് പോയാൽ മതി, ഒരകലം ഇട്ട്. ഇക്ക എന്താ പുറത്ത് വന്നിരുന്നോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഞാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ. വാങ്ങിക്കൊണ്ട് വരണേ. പെട്ടെന്ന് വരണേ. എനിക്ക് ഇവിടെ നിന്ന് ബോറടിക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും വേണോ? ഫുഡ് കൂടെ വാങ്ങിച്ചായിരുന്നു രാത്രിത്തേക്ക്. ശരി, എന്നാ പോയിട്ട് വരാം.
ഇപ്പൊ ആര് പറയുന്ന വിശ്വസിക്കും? അവളെ ഞാൻ കൊച്ചിലോട്ട് കാണുന്നതല്ലേ, അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. പക്ഷെ ഇക്ക പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാതെ എങ്ങനെ ഇരിക്കും? ആ, ചിലപ്പോൾ അവളെ സ്വഭാവമൊക്കെ മാറിക്കാണും. ഗോപി, എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല. മാറിയെന്നാ വിചാരിച്ചത്, പക്ഷേ ഇത് ഇനി ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. ഇതൊന്നെങ്കിൽ ഇക്കായോടെങ്കിലും പറയണം. അവൻ പറഞ്ഞ ശരിയാ, ഞാൻ പറഞ്ഞാൽ ഇക്ക ഒന്നും വിശ്വസിക്കത്തില്ല. അനിയനും ഉമ്മായൊക്കെയാണല്ലോ വിശ്വാസം. പിന്നെ ഇത് ഇനി എന്താ ചെയ്യും? ഉമ്മ കിടക്കുവാന്ന് തോന്നുന്നു, ഒന്ന് വിളിക്കായിരുന്നു. ഹലോ സബീത, നിനക്ക് സുഖമാണോ? ആ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? നീ ഇപ്പം സന്തോഷമായിട്ട് കഴിയല്ലേ? സത്യത്തിൽ ഇപ്പം കുരുക്കിപ്പെട്ട ഞാനാടി. മറ്റേ നിനക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നുണ്ട്, എനിക്ക് നിന്നോടത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ അവൾ ഒന്നും കേൾക്കുന്ന പോലും ഇല്ലടി. അവളെന്തോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കും എന്നെ. ആലോചന വന്നപ്പോഴേ ഞാൻ മുടക്കാൻ നോക്കി. ഇപ്പം അതാണ് അവൾക്ക് എന്നോടുള്ള ദേഷ്യം, ഞാൻ മുടക്കാൻ നോക്കിയത്. എൻ്റെ ഒരു തെളിവും ഇല്ലല്ലോ. പക്ഷേ ഇന്ന് എന്നോട് മോശമായിട്ട് വന്ന് സംസാരിച്ച്, അപ്പം തൊട്ട് എനിക്കൊരു പേടിയടാ, അന്നത്തെ പോലെയൊക്കെ ആവുമെന്ന്. നീ എന്നെ മനസ്സിലാക്കിയ കണക്ക് എൻ്റെ അനിയത്തി എന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. ശരിടാ, വെക്കട്ടെ. അല്ല, അവരിവിടെ ഇല്ല, ഉറങ്ങുവാണ്. അപ്പോഴല്ലേ വിളിക്കാൻ പറ്റുമോ, നിനക്കറിയാമല്ലോ എല്ലാ കാര്യവും. ശരിയെങ്കിൽ ഉമ്മയോടൊക്കെ എൻ്റെ അന്വേഷണം അറിയിച്ചേരെ. ഇതാരും ഇവിടെ തിന്നിട്ടും കുടിച്ചിട്ടും ഒക്കെ ഇവിടെ കൊണ്ടുവിട്ടേക്കുന്ന? തിന്ന് പകുതിയാക്കി കൊണ്ടിട്ടേക്കുന്നു. എന്തായാലും ക്ഷമയായിരിക്കത്തില്ല. കൊള്ളാല്ല, സന്ധ്യ സമയത്ത് കാലും കയറ്റി വെച്ചിരിക്കുന്നു. നോക്ക്, മൊബൈലും കണ്ടുകൊണ്ട്. തലയിൽ പോലും പിടിച്ചിട്ടത്തില്ല അവള് ഷാള്. എന്താ കോലം. ഡേ, ഇതെന്തുവാ ഇത്? സന്ധ്യ സമയാന്ന് അറിഞ്ഞൂടെ? ഓതാനോ നിസ്കരിക്കാനോ ഉള്ള സമയത്ത് മൊബൈലും കണ്ടോണ്ടിരിക്കുന്നവള്. അതിനെന്താ കുഴപ്പം? നിന്റെ വീട്ടിൽ നിന്ന് ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് നീ പഠിച്ചിട്ടില്ലേ? എൻ്റെ ഈ വീട്ടിൽ ഇങ്ങനൊന്നും പറ്റത്തില്ല. മര്യാദയ്ക്ക് നടക്കണം ഇവിടെ. ആ ഷാൾ എടുത്ത് തലയിട്ടെ. ഈ രൂപത്തിലൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ മാന്യമായ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ആ, എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോ നീ ഞാൻ പറയുന്ന കണക്ക് നീ ചെയ്താ മതി. ഓ, ഇവിടെ സന്ധ്യക്ക് ഇരുന്ന് മൊബൈലും കണ്ടോണ്ടിരിക്കുന്നു. ഉമ്മയുടെ സ്ഥാനത്ത് നിന്നാ മതി. ഉമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറി നോക്കണ്ട. എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ഇരിക്കരുത്, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരുമാതിരി കോലം കെട്ട വേഷം ഇട്ടോണ്ട്.
തല മറക്കേണ്ടാത്തേക്ക് എന്റെ ഇഷ്ടമല്ലേ. എന്റെ ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും ഉമ്മ കയറി ഇടപെടണ്ട. ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഷോൾ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ നിയമങ്ങളാ? ഓ, എനിക്ക് എന്റെ ഇഷ്ടത്തിനേ നടക്കാൻ പറ്റൂ. നീ അവിടെ നിന്ന് കയ്യും കാലിലും ഒന്നും കാണിക്കരുത്. അവള് ഞാൻ പറയുന്ന കേട്ടാണല്ലേ അത് കണക്കാനല്ലേ നടക്കുന്നത്, നിൽക്കുന്നതും എല്ലാം. എനിക്കത് ഇഷ്ടമല്ല. എന്നിട്ട് ഈ തിന്നും കുടിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന എന്തിന്? പാത്രങ്ങളൊക്കെ മര്യാദക്ക് എടുത്തോണ്ട് വെക്കുക, കഴിയുകയൊക്കെ ചെയ്തുകൂടെ? എനിക്ക് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുക. ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാർഡ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്തു. ഇപ്പൊ ഇതാണ് ഒരുത്തേക്കും വേവിക്കാൻ വയ്യ. ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടുന്ന ഫുഡ് കഴിക്കാനും അതിനും എല്ലാം ഞങ്ങൾക്ക് അറിയാം. ആ ഉമ്മാടെ പൈസയോ ചേട്ടന്റെ പൈസയോ ഒന്നും അല്ല, ഞങ്ങളുടെ പൈസക്കാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ കൂടുതലൊന്നും ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേരെ. ഞങ്ങൾ എന്ത് കഴിക്കണം, എങ്ങനെ ധരിക്കണം, എന്ത് ഡ്രസ്സ് ധരിക്കണം, ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഒന്ന് വന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എന്തിനുള്ള പുറപ്പാടത്? അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലേ. രണ്ടുപേരും ഒരു വീട്ടിൽ യോജിച്ചു പോകേണ്ടതിന് ലവഞ്ഞ് വരട്ടെ, അവനോടെങ്കിലും ചോദിക്കണം. അല്ലാതെ അവളെ ഇഷ്ടത്തിന് വിട്ടാ ഇതെന്റെ കൈക്കൊന്നും നിൽക്കത്തില്ല. തലം കൊള്ളാം. നമ്മളെ കാലം വരെ നമ്മളുടെ കൈക്ക് തന്നെ നിൽക്കണം മരുമക്കൾ. അവളെയൊക്കെ ഇഷ്ടത്തിന് വിട്ടാണ്ടല്ലേ എൻ്റെ ഗതി അതോ ഗതി. മറ്റോള് പിന്നെയും കുഴപ്പമില്ല, ഞാൻ പറയുന്നെങ്കിലും കേട്ടു എടുത്തോ നിൽക്കും. നമ്മളങ്ങനല്ല. ലവഞ്ഞ് വരട്ടെ, അവന് പൊതിയും കെട്ടുമൊക്കെ ആയിട്ടേ വരും. ഇത്രയും നാണമില്ലാത്തവൻ ഞാൻ പറഞ്ഞാലും അവനും അനുസരിക്കത്തില്ല. എന്നാലും ഇനി വരട്ടെ, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ല. നീ എവിടെ പോന്ന്? ഇതെന്താ ഇത്? ഇത് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയത്. എവിടെ? മോളിലാ? അന്ന് നീ അവളും എൻ്റെ അടുത്ത് പറഞ്ഞതാ
ഇതൊന്നും അവിടെ വേവിക്കത്തില്ല, ചായ ഇടാൻ മാത്രം വന്ന്. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ. ഉമ്മ അതിലൊന്നും ഇടപെടണ്ട, അവള് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വയ്യ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. അതൊക്കെ ഓരോ എടുത്ത് ഞാനുണ്ടല്ലോ. ഉമ്മ ഇത് അവള് പറഞ്ഞു വിട്ട് മേടിച്ചതാണ്. അങ്ങനെ അവള് തിന്നണ്ട, അവള് താഴെ വന്ന് ഇവിടെ തിന്നാ മതി. ഓ ഓടാ, ഞാൻ മര്യാദക്ക് മോളി വന്ന് എല്ലാം കൂടെ വാരി വലിച്ചെറിയും. ഉമ്മ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കട്ടെ. അവിടെ ഇപ്പോ ഇപ്പോ അവളെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് തിന്നാൻ പറ. ആ പാത്രമൊക്കെ അവള് തിന്നിട്ട് ഇവിടെ ഇട്ടേക്കുന്നു. അതൊക്കെ വന്ന് കഴുകി അടിക്കുക, മര്യാദക്ക് ഇവിടെ താമസിക്കാൻ പറ. അല്ലെങ്കിൽ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ഞാൻ ഇവിടെ ഒന്നും കൊണ്ടുവന്ന് തീറ്റിക്കാനോ ഇതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ വേവിക്കാനോ. ഞാൻ മുകളിലോട്ട് കയറി വന്ന എന്റെ കാല് വയ്യാത്തോണ്ടാ. ഞാൻ മുകളിലോട്ട് കയറി വന്ന എല്ലാം കൂടെ വാരി എറിയും, പറഞ്ഞിട്ടുണ്ട്. ആനങ്ങാതെ പോയേക്കുന്നു. അവള് കൊള്ളാം, സാധനങ്ങളും ഒക്കെ വാങ്ങിപ്പിച്ചിട്ട് വെപ്പും കുടിയും തീറ്റിയും. തമ്പ്രാട്ടി ഇങ്ങോട്ട് വരട്ടെ. എന്താവും നോക്കാം.